എല്ലാവരും ജോയിൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞാലും എൻ്റെ പരമാവധി അസിസ്റ്റൻസ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ്. അത് ഫോറിനേഴ്സിന്റെ സെഷൻ ആവാം, ഗ്രൂപ്പിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് അയച്ച് നിങ്ങളെ ആക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളാവാം, എന്തും ആവാം. ഓക്കെ. അപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് എന്ന് കരുതിയിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിനോട് ഗുഡ് ബൈ പറയരുത്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്നും വിഡ്രോ ചെയ്യാതെ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ 2 മാസത്തിനിടയായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. വി ലേൺഡ് സോ മെനി തിങ്സ് ഡ്യൂറിങ് ദിസ് 2 months. സോ ട്രൈ ടു അപ്ലൈ ഇൻ യുവർ റിയൽ കോൺവെർസേഷൻ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ 2 മാസത്തിനിടക്കായിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലെ? ഓരോരുത്തർക്കും ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, അപ്രതീക്ഷിതമായിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത ഒത്തിരി മാറ്റങ്ങൾ, അൺബിലീവബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ ഓരോ ദിവസവും സൂമിൽ മാത്രമല്ല പ്രാക്ടീസ് ഉള്ളത്, നമുക്ക് എന്തിലുണ്ട്, വാട്സാപ്പിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഡിബേറ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ടും ലിസണിങ് പ്രാക്ടീസ് ആയിട്ടും വീഡിയോ കണ്ടിട്ട് അതിന്റെ റിവ്യൂ പറയുന്നതായിട്ടും പിക്ചർ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം അതുമായി ബന്ധപ്പെട്ടുള്ള സ്പീച്ചസ്, വെൽക്കം സ്പീച്ച് മുതൽ വോട്ട് ഓഫ് താങ്ക്സ് വരെ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, റെഡിമെയ്ഡ് സെന്റൻസസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറഞ്ഞ വാക്കുകളിലൂടെ പറയാം. ഓക്കെ. അപ്പോ ഓരോരുത്തർക്കായിട്ട് അത് പറയാം. യെസ്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ. ആരാ പറയുന്നത്? നൗ യു ക്യാൻ സ്പീക്ക് മലയാളം. നിങ്ങൾക്കിപ്പോ മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത് അതൊക്കെ പറയാം അല്ലെ? യെസ്. ഹായ് എവരി വൺ. നമ്മളിന്ന് 2 മാസത്തെ ഒരു യാത്രയുടെ അവസാനത്തിലുള്ള ഒരു ദിവസത്തില് ശരിക്കും പിരിയ എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ കൂടി നമ്മുടെ ഈ ഒരു 1 hour ഒരു കൂടിച്ചേരലിന് ഒരു പരിസമാപ്തി തന്നെയാണ്. ഏതായാലും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ തീരില്ല എന്നത് ഒറ്റ വാക്കിൽ പറയട്ടെ. എല്ലാ സെഷനുകളും മെച്ചം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസക്കുറവും ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ അങ്ങ് നിർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃതജ്ഞതയോടെ ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സെഷൻ അത് ഡിബേറ്റ് സെഷൻ ആയിരുന്നു. ഐ എൻജോയ് വെരി ലോട്ട്. അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വന്ന നമ്മള് എന്തുകൊണ്ട് വല്ലാതെ ഒരടുപ്പം ഉണ്ടായി എന്നുള്ളത്, ഈ ഒരു സ്ക്രീനിന്റെ മുന്നിലാണെങ്കിൽ കൂടി എന്തോ ഒരു ആത്മാർത്ഥ ബന്ധം നമ്മളിൽ ഉണ്ടായി എന്നുള്ളത് എന്താണെന്നറിയില്ല, ഒരു തികച്ചും ഒരു അനുഭവം തന്നെയാണ്. കൂടാതെ നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള ടെക്നിക്ക് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു വാതായനമായിട്ട് റൌഫ് സാർ നമുക്ക് കാണിച്ചു തന്നു. ഇത് വെച്ചുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് മതി നമുക്ക് കൂടുതൽ കാര്യങ്ങള് അന്വേഷിക്കാൻ, കണ്ടെത്താം, നമുക്ക് ഇതിനൊക്കെയുള്ള ഒരു വഴി ഉണ്ട് എന്നുള്ളതും അതിലുപരിയായിട്ട് നമ്മുടെ മുൻപിലുള്ള ആള് നമുക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട്
ജസ്റ്റ് ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമുക്കതിന് റിപ്ലൈ തരുന്ന ഒരാള് നമ്മെ കിട്ടി എന്നുള്ളതും നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എവർക്കും അങ്ങനെ തന്നെയായിരിക്കാം. ഇപ്പൊ സാറ് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കൂടിച്ചേരൽ, അത്തരം കൂടിച്ചേരലുകളൊക്കെ നമുക്ക് ഇനിയും നല്ലതിനായിട്ട് ഭവിക്കട്ടെ. അതേപോലെ തന്നെ എന്നും എല്ലാവരുടെയും പ്രാർത്ഥനയിലും എല്ലാവരുടെയും പങ്കുവെക്കലിലും ഞാനും ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, ഡിബേറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ഏറെ ഇഷ്ടമായി. കാരണം അത് തികച്ചും ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു. ആ സമയത്ത് എല്ലാവരും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് ഒരു പേഴ്സണൽ ഒരു ട്രെയിനർ എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് അതല്ലായിരുന്നു. വാട്സപ്പിൽ നമ്മൾ സൂം ക്ലാസ് ഇല്ലാത്ത 2 ദിവസം, അത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു മുഹൂർത്തമായിരുന്നു. അതൊരു അങ്ങനത്തെ ഒരു മൊമെന്റസ് ഒക്കേഷൻ ആയിരുന്നു. അന്ന് ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നൂറുകണക്കിന് വാട്സപ്പ് വോയിസ് നോട്ട്സ് അയച്ച സമയത്ത് ഞാൻ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ സ്വാഭാവികമാണ്, നാച്ചുറൽ ആണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം അന്ന് അന്ന് നിങ്ങളെല്ലാവരും ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. വാട്സപ്പിലുള്ള പ്രാക്ടീസ്, അതായത് അന്ന് സൂം ക്ലാസ് ഉണ്ടായിരുന്നില്ല. വാട്സപ്പിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പറ്റിയിട്ടും പിന്നെ അതുപോലെ 5 കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ഇപ്പോഴും അത് ഗ്രൂപ്പിലുണ്ട്. സോ അന്ന് നിങ്ങളെല്ലാവരും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എൻ്റെ ഉള്ളിൽ കഴിവുണ്ട്, പക്ഷെ അത് ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത് എന്നുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറെക്കുറെ പഠിച്ചു കഴിഞ്ഞു. പല കോഴ്സിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ്, അതിനൊരു ടീം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വീണ്ടും ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം നിങ്ങളെ അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഒക്കെ നിങ്ങളടുന്ന് അവര് അതിനൊക്കെ ഫീ വാങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പോലും ഇതൊരു ലൈഫ് ലോങ് ആയിട്ട് വരെ പോകാൻ എനിക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ ഫോറിനേഴ്സിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക, ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും ഗ്രൂപ്പ് പിരിച്ചു വിടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഒരു താല്പര്യവും അതിനൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങൾ എത്രമാത്രം താല്പര്യം കാണിക്കുന്നു അത്രമാത്രം താല്പര്യം എന്നിലുണ്ടാവും, അത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, യെസ്. നജ്മുന്നീസ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ്, ഹു വുഡ് ലൈക്ക് ടു ഷെയർ യുവർ എക്സ്പീരിയൻസ്? ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ ഉണ്ടാവില്ല, ഇനി ഉണ്ടാവില്ല. ഓക്കെ, ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചിലപ്പം ഇതേ സമയത്ത് എന്തായാലും ഉണ്ടാവില്ല. ഫോറിനേഴ്സിന്റെ സെഷനൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്നല്ലാതെ ഇങ്ങനെ കാണാൻ കൂടെ പറ്റില്ല, അല്ലേ? അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്തായിരുന്നു? ഏത് ദിവസമായിരുന്നു നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്തത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. യെസ്, വേഗത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ Good അടുത്ത evening all. സെഷൻ Good evening all. ഇംഗ്ലീഷിൽ വെക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കാനുള്ള ഇപ്പൊ പ്ലാനാണ് മലയാളത്തിലാണോ? അടുത്തത്. ഇപ്പൊ മലയാളത്തിലാണ്. ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയല്ലേ. പിന്നെ ആദ്യം ഞാൻ സോറി പറയാണ്, കാരണം ഇന്നലെ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. കുറച്ച് സമയം ഞാൻ നോക്കി, പക്ഷെ ആരെയും ഓൺലൈനിൽ കണ്ടില്ല. പിന്നെ ഞാനിപ്പോ അലർജിക്ക് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്, പെട്ടെന്ന് ഉറങ്ങിപ്പോകും. 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ രാവിലെ നോക്കിയപ്പോഴാണ് കുറെ വോയിസസ് ഒക്കെ അതിനകത്ത് കാണുന്നത്. ഫുള്ള് കേട്ടിട്ടൊന്നുമില്ല. പിന്നെ സാറെ പോലെ ഒരാളെ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ സാർ തന്ന ഓഫർ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഓഫർ. പിന്നെ നമുക്ക് എപ്പോഴും എന്തൊരു ആവശ്യം വന്നിട്ട് നമുക്ക് നല്ല കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും സാറെ വിളിക്കാം, മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് അത് വലിയ ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ നമ്മളെ ഉള്ളിൽ ഒരുപാട് കോൺഫിഡൻസ് നമുക്ക് ഉയർത്താൻ പറ്റി. നമുക്ക് തന്നെ അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ടീച്ചിങ് ഫീൽഡ് വിട്ടപ്പോൾ പിന്നെ ഇംഗ്ലീഷിൽ അങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ലായിരുന്നു. എഴുതാനുള്ള ചാൻസ് ഉണ്ട്, എഴുതാൻ ഓഫീസിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ മലയാള ഭാഷ
ഔദ്യോഗിക ഭാഷ മലയാളം ആക്കിയ സമയത്ത് ഒരുപാട് ഇംഗ്ലീഷ് വൊക്കാബുലറി ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോ ഈ ഒരു ക്ലാസ് തുടങ്ങിയപ്പോൾ അതൊക്കെ പൊടിതട്ടി എടുക്കാൻ പറ്റി. അതൊരു വലിയ കാര്യം തന്നെയാണ്. താങ്ക്സ്. ഓക്കെ, മുനീറ മാഡത്തെ സംബന്ധിച്ച് ഈയിടെയായിട്ട് കുറച്ച് ലീവൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒത്തിരി കാര്യങ്ങൾ മുനീറ മാഡത്തിന് കിട്ടി എന്നുള്ളതാണ് അല്ലെ. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തത് വെറുതെ ആയി പോയിട്ടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ഉണ്ടാവില്ല അങ്ങനെ അല്ലെ. നിങ്ങൾ ലീവ് ആവാതെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കിട്ടും എന്നതാണ്. ഒരു ദിവസം ലീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ഷൻ കുറച്ചൊന്ന് പോയി അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ലീവ് ആകുമ്പോൾ അത് അത്രയും നിങ്ങളെ ബാധിക്കുന്നുള്ളതാണ്. മുനീറ മാഡത്തിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ എന്തായിരുന്നു? അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു സെഷൻ അല്ലെങ്കിൽ? ഇൻട്രസ്റ്റിംഗ് സാർ പറഞ്ഞില്ല, വാട്സപ്പ് ചാറ്റിൽ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആക്റ്റീവ് ആയിരുന്നു. അതേപോലെ ഡിബേറ്റിന്റെ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് വീട്ടിലെത്തി, ഫ്രഷ് ആയിട്ടൊന്നുമില്ല, അപ്പോഴേക്കും നമ്മുടെ മീറ്റിംഗിന്റെ ടൈമായി. ഫ്രഷ് ആവുന്നതിന് മുമ്പ് തന്നെയാണ് ഞാൻ ഓൺലൈനിൽ ഇരുന്നത്. പക്ഷെ ഡിബേറ്റ് തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് അബ്ദുറഹ്മാൻ സാറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു എന്താ പറയാ ഫൈറ്റിംഗ് പോലെയൊക്കെ സംസാരിക്കാൻ പറ്റി. അതൊന്നും നമുക്ക് തന്നെ അറിയുന്നില്ല, അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. അപ്പൊ ഇതില് നമ്മൾ ഒരുപാട് ആശയങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ നേരിട്ട് ഒരു ഗ്രാമർ പഠനം അല്ലെങ്കിൽ ഗ്രാമർ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ മുനീറ മാഡം? ഗ്രാമർ ഇന്നതിന്റെ റൂള് പറഞ്ഞു തരാം, അങ്ങനെ നമ്മുടെ ഒരു മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഗ്രാമർ ഈ പറഞ്ഞ പോലെ ഫോമാറ്റിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ തിയറിറ്റിക്കൽ ആയിട്ട് പഠിപ്പിച്ചില്ലെങ്കിലും ഗ്രാമർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് ഇപ്പം ആയിട്ട് നമ്മൾ പറയുന്ന കാര്യത്തിലൊക്കെ ഗ്രാമർ ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് പക്ഷേ ഉണ്ട്. എന്നാലും ഈസ് പ്ലസ് ING ഫോം അല്ലെങ്കിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നൊക്കെ പറയുന്ന പോലെ അത് പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മൾ പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. സാർ പറഞ്ഞ ഇതിൽ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരായതുകൊണ്ട് മനസ്സിലാവും. എന്നാലും തിയറിറ്റിക്കലായിട്ട് പഠിച്ചില്ലെങ്കിലും ഗ്രാമർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പക്ഷെ കൂടുതലും ഇൻഡയറക്റ്റ് ആയിട്ടാണ്. പ്രാക്ടിക്കൽ ആയിരുന്നു നമ്മുടെ. യെസ്, പിന്നെ പ്രാക്ടിക്കൽ ആയിരുന്നല്ലോ, നമ്മളെ തിയറിക്കല്ല പ്രാക്ടിക്കലിന് പ്രാക്ടീസിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആ യെസ്. രീതിയിൽ ബെസ്റ്റ് ആയിരുന്നു നമ്മുടെ മെത്തേഡ്. ഗ്രാമർ നമ്മൾ നേരിട്ട് പഠിക്കാതെയാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് ലെസൺസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അത് ഇൻഡയറക്റ്റ് ആയിട്ട് അതായത് അതിന്റെ യൂസേജസ് എന്താണ്, ആശയം എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് അതുവഴി എങ്ങനെ സംസാരിക്കാം, സെന്റൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, താങ്ക് യു മുനീറ മാഡം. നെക്സ്റ്റ് ഹു വുഡ് ലൈക്ക് ടു സ്പീക്ക്? പറഞ്ഞോളൂ, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാം. യെസ്, ഇത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾ പറയേണ്ടത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മലയാളം പറയാം. യെസ്. ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം വളരെ 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 പറഞ്ഞാൽ തീരാത്തത്രയും മാറ്റങ്ങളുണ്ട്. കാരണം ഇംഗ്ലീഷ് കുറച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു, എന്നാൽ ഇങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ടും പിന്നെ എന്താ പറയണ്ടേ ഒരു ഗ്രാമറ്റിക്കൽ വേയിലല്ല സാർ പോയത്. പക്ഷെ ഗ്രാമർ നമ്മൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവര് ഈസി വേയിൽ പറയുകയും ചെയ്തു. ഗ്രാമറായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല, പാർട്സ് ഓഫ് സ്പീച്ചിനോ നൗണെന്നോ അങ്ങനെയൊന്നും പഠിപ്പിച്ചില്ല. പക്ഷെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് സാർ പഠിപ്പിച്ച പാസീവ് വോയിസ്. അത് സൂപ്പറാ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് പാസീവ് വോയിസ് എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. ഹാവ് ബീൻ എവിടെയാ അവരുടെ, ഹാവ് ബീൻ എവിടെയാ, ING ഫോം ആണോ ഇങ്ങനെ. അത് സാർ കൃത്യമായിട്ട് ഇന്ന പോലെ ആദ്യമേ അതിൻ്റെ ഒരു ഇത് പറഞ്ഞു തന്നത് ഭയങ്കര, അതൊരു മനസ്സിൽ വേഗം നമുക്ക് കയറിപ്പോയി. അപ്പൊ ശരിക്കും അത് എവിടെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ള ഒന്ന് നമ്മൾ നോട്ട്സ് എഴുതി വെച്ചോണ്ട് ഇടക്ക് നോക്കിയാൽ കുറച്ചും കൂടി നമ്മുടെ മനസ്സിൽ പതിയും. സാർ അത് പറഞ്ഞത് സൂപ്പർ ആയിരുന്നു, സൂപ്പർ. കാരണം അതിൽ എപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടാകുന്ന കാര്യമായിരുന്നു. അത് നല്ല വ്യക്തമായിട്ട് ഗ്രാമർ അല്ലാത്ത തരത്തിൽ ഒരു ക്ലൂ ആദ്യമേ തന്നു. അതുകൊണ്ട് ആ സെന്റൻസ് മനസ്സിലാക്കാനും പറയാനും ഈസി ആയിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാർ. പിന്നെ ഇത് സൂം ക്ലാസ് അല്ലാതെ വാട്സപ്പിലൂടെയും സാർ പറയുന്നുണ്ട്, ആബ്സെന്റ് ആയവർക്കും അതൊരു കുറെ ഉപകാരം തന്നെയാണ്. പിന്നെ അത് നമ്മൾ അഥവാ ആബ്സെന്റ് ആയ സാർ വിളിച്ച് ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ച് അന്വേഷിച്ച് വീണ്ടും ഇതിൽ ചേരാൻ വേണ്ടി പറയുന്നത്. അത് എല്ലാവരും ഇങ്ങനെ പറയണമെന്നില്ല, ഫീസ് വാങ്ങി ഇങ്ങനെ പഠിപ്പിച്ച് പോകുന്നില്ലാണ്ട് എല്ലാവരും നിർബന്ധിച്ചിട്ട് എന്തുകൊണ്ടാ വരാത്തതെന്ന് അന്വേഷിക്കണമെന്നൊന്നുമില്ല പല ക്ലാസ്സിലും. പക്ഷെ സാർ അത് അന്വേഷിച്ചിട്ട് എന്തായാലും നിർബന്ധമായി വരണം എന്നുള്ള നിലയിൽ വരാൻ താല്പര്യമില്ലാത്തവർക്കും വരാൻ തോന്നുന്ന തരത്തിൽ, പിന്നെ അത് മാത്രമല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ജോയിൻ ചെയ്യാൻ നല്ല ഇഷ്ടം തന്നെയായിരുന്നു. അസുഖമായതുകൊണ്ട് 2 ദിവസം ലീവായിപ്പോയി, അല്ലാതെ വളരെ താല്പര്യം തന്നെയാണ്
ഒരു ക്ലാസ് മിസ് ചെയ്യാനേ തോന്നിയിട്ടില്ല. എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എന്നാലേ നമ്മൾ ഇമ്പ്രൂവ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഏജിൽ ചേർന്നത്. അപ്പം പിന്നെ ഏതായാലും അത് ഈ പഠിച്ചെടുത്താലേ പറ്റൂ എന്നുള്ള നിലയിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും സാധിച്ചു. ഇപ്പോൾ എല്ലാവരും മിസ് ചെയ്യുന്നുള്ളൊരു വിഷമമുണ്ട് കാണുമ്പോൾ. ഇതുപോലെ കാണാൻ പറ്റാത്തൊരു അതേ ഉള്ളൂ. നമ്മളെല്ലാം ഒരു ഫ്രണ്ടായി, ഒരു കുടുംബം, ഒരു ഫാമിലി ആയി. ഇപ്പോൾ നമ്മൾ ആ ഫാമിലിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് വാട്സപ്പിലൂടെ കാണാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാറിൻ്റെ ഈ ഹെൽപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. സാറിൻ്റെ ആ ഒരു മനസ്സ് കാണിച്ചതിന്, ഈ തിരക്കിലും നമ്മളെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു സമാധാനമുണ്ട്. നമുക്ക് മിസ്റ്റേക്ക് എപ്പോഴും വന്നാലും അന്വേഷിക്കാൻ നമുക്കൊരു ഗുരു ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊരു ഹാപ്പിയാണ് സർ. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അതുപോലെ വേറൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്ത് രീതിയിൽ, ഇമെയിൽ റൈറ്റിങ്ങോ, റെസിഗ്നേഷൻ ലെറ്ററോ, ലീവ് ലെറ്ററോ, അല്ലെങ്കിൽ ലെറ്റർ റൈറ്റിംഗ്, മറ്റ് എന്ത് തരത്തിലുള്ള ട്രാൻസ്ലേഷനോ, മറ്റ് ഏത് വിധത്തിലുള്ള ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഫോറിനേഴ്സിന്റെ സെഷനൊക്കെ വെച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്പീക്കിംഗ് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അത് ഒരു പരിധിവരെ സഹായിക്കും. കോഴ്സ് കഴിഞ്ഞാൽ, ഇപ്പം കോഴ്സ് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ, അപ്പൊ ഇനി അടുത്ത ദിവസം മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി പുതിയ ബാച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഗസ്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ടോ അതിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യാം, ഒന്നുമില്ലെങ്കിലും. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പൊ അതൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ഇതിന്റെ ഭാഗമായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ലൈഫ് ലോങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ജോയിൻ ചെയ്തു, 2 മാസം കഴിഞ്ഞു, ക്ലാസ് ഒക്കെ കഴിഞ്ഞു, പിരിച്ചു വിടുന്നു എന്നുള്ളതെല്ലാം ഇവിടെ മുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി. ഇതുപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു സംസാര ലോകത്തേക്ക് നിങ്ങൾ പോവുകയാണ്, കാൽ വെക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുകയാണ്, മറ്റൊരു ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങൾ പഠിക്കുകയായിരുന്നു, ഇനി നിങ്ങൾ പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ എങ്ങനെ നിങ്ങളുടെ റിയൽ ലൈഫിൽ, അല്ലെങ്കിൽ സ്പീക്കിങ്ങിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്. അപ്പൊ ശ്രീലത മാഡം പറഞ്ഞു നമ്മൾ തീർച്ചയായിട്ടും ഗ്രാമർ നേരിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ട് ടെൻസിന്റെ പേര്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഞാൻ ഗ്രാമർ എന്നുള്ള ടേം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇങ്ങനെയുള്ള ടേംസ് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സാഹചര്യത്തിൽ അത് ടെക്നിക്കൽ ടേംസ് ആണ്, അത് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ അത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റൂൾസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതിന്റെ ആശയങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ബിൽഡേഴ്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? യെസ്. അതുപോലെ V1, V2, V3 നിങ്ങൾക്ക് എവിടെയും ഗൂഗിളിൽ ചിലപ്പോൾ തിരഞ്ഞാൽ കിട്ടില്ല, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട്. അത് എനിക്ക് കിട്ടിയത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല, ഞാൻ അത് ഉണ്ടാക്കിയെടുത്തതായിരുന്നു ഒരിക്കല്. ഓക്കെ, അപ്പൊ അത് പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങൾക്കൊരു എളുപ്പ വഴി, റിതമിക്കലായിട്ട് പഠിക്കാനുള്ള ഒരു ടെക്നിക്കൊക്കെ നമ്മളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. സോ എവിടെയും കിട്ടാത്ത ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി ആരാണ് പറയുന്നത്? യെസ് സർ. യെസ്. ഓക്കെ, ഏകദേശം നമ്മള് ഈ ക്ലാസ് നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ആണെന്ന് സാറ് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്പർ 1 ആയിട്ടുള്ളത്. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് മറ്റൊരു കോഴ്സിൽ ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് അല്ല, വേറൊരു സംഗതിയാണ്. അത് 9 മണിക്കായിരുന്നു അതിന്റെ ക്ലാസ്. അപ്പൊ ഞാനിതിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം സാറ് അതിന്റെ മുമ്പത്തെ ക്ലാസ് കിട്ടിയത് 7:30 ആണ്. 7:30 സ്റ്റാർട്ട് ചെയ്ത് 8:30 അത് ക്ലോസ് ചെയ്താൽ എനിക്ക് 9 o'clock വീണ്ടും അടുത്ത സെഷനിലേക്ക് പോകാം. 9 o'clock സാധാരണ 15 മിനിറ്റ്സ് ഉള്ളൂ. പിന്നെ ഉള്ള സമയത്തൊക്കെ ചിലപ്പോൾ 5:30 ശരിയാണ്. ഞാൻ അഡ്ജസ്റ്റ്, ഒരാൾക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതില്ല. അപ്പൊ ഏറ്റവും നല്ല കൂടുതൽ പേർക്കുള്ള സൗകര്യം എന്താണെങ്കിൽ അതാണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അത് മേക്കപ്പ് ചെയ്തോളാം. ഞാനൊരു 9 മണിയാകുമ്പോൾ പോകും. ഒരു 9, 9:15 അല്ലെങ്കിൽ 9:30 ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞു. ആ ഒരു രീതിയിലാണ് ഞാൻ മിക്കവാറും ക്ലാസ്സുകളിൽ നിന്ന് പതുക്കെയാണ് പോകും, പിന്നെ ഇങ്ങോട്ട് വരും ചെയ്യും. അങ്ങനെ ഉണ്ടായിരുന്നത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കല്ലാതെ യാതൊരു മാർഗവും ഇതിലില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഉണ്ടായ ഒരു അനുഭവം കൂടി പറയാൻ. ഇതുപോലെ തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അത് ക്ലാസ് കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ കഴിയും, വായിക്കാൻ കഴിയും എന്നല്ലാതെ സംസാരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ള സത്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മദ്രാസിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്. എന്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ ആംഗ്ലോ ഇന്ത്യൻസ്. എനിക്കാണ് ഈ മലയാളം ഒരു മുറി ഇംഗ്ലീഷ് അല്ലാതെ അറിയില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവര് ഗുജറാത്തി മുസ്ലിംസ് ആണ്. അവര് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറുദു അറിയാം, പിന്നെ ഇംഗ്ലീഷ് അറിയാം, പിന്നെ കുറേശ്ശെ ഈ കേരളത്തിൽ വന്നു പോയ ആളായതുകൊണ്ട് മലയാളം കുറേശ്ശെ അറിയാം. പക്ഷെ ഒരു 2 മാസം കൊണ്ട് ഈ സാറ് ക്ലാസ് പറഞ്ഞ വയസ്സ് 2 മാസം കൊണ്ട് ഞാൻ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഞാൻ ഈ ഉദാഹരണം പറയണത് വേറെ ലാസ്റ്റ് പറയും. ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ്, എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഉമ്മാട് ഞാൻ അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം അവിടെ ഫുൾ ടൈം ഇംഗ്ലീഷ് അല്ലേ. എന്റെ നാട്ടുകാരനായ ഒരുത്തൻ എനിക്ക് ചായ കൊടുന്നിരുന്നു. ഞാൻ അവനെ എനിക്കറിയില്ലായിരുന്നു. കുറെ ദിവസങ്ങൾ ശേഷിച്ചാണ് ഞാൻ അവനെ പരിചയപ്പെടുമ്പോൾ എന്റെ അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള ആളാണ് പുള്ളി. പക്ഷെ ഞാൻ അവനോടും പറഞ്ഞിരുന്ന ഇംഗ്ലീഷാണ്. പിന്നെ എവിടുത്തേരണ ഒന്നും അറിയില്ല. ഇപ്പോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുണ്ടായ പ്രചോദനം അത് തന്നെയാണ്. ഞാൻ അവിടുന്ന് വന്നു. 82-ലാണ് എന്റെ ഓർമ്മ ശരിയാണ്. 54-54 84-ലാണ് ആ സംഗതി. ഇവിടെ വന്ന് ഇത്രയും കാലത്തെ ഒരു കോണ്ടാക്ട് ഇല്ല, സംസാരിക്കുന്നില്ല നമ്മള്. അതോടുകൂടി ആ കഴിവ് മുഴുവൻ പോയി. അത് റീകൂപ്പ് ചെയ്തിട്ട് എനിക്ക് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുണ്ടായ ഒരു കാരണം. പിന്നെ എനിക്ക് ഗ്രാമർ, ഈ പറഞ്ഞ ഗ്രാമർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇംഗ്ലീഷ് എടുക്കുന്ന കാലത്ത് അന്നൊക്കെ അതിന് നല്ല മാർക്കും വാങ്ങിയിരുന്നു. കാരണം അത് എന്തിനാണുള്ളതെന്ന് അറിഞ്ഞിട്ടല്ല. പക്ഷെ ആ ഗ്രാമറിന്റെ ഉപയോഗം എവിടെയും വന്നിട്ടില്ല. ഞാൻ ഈ ക്ലാസ്സിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് മലയാളം നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വന്നത് ഗ്രാമർ പഠിച്ചിട്ടല്ലല്ലോ. പക്ഷെ എന്താണ്, യൂസേജിലൂടെയാണ് നമ്മൾ അത് എടുക്കുന്നത്. സ്ഥിരമായി പേപ്പർ വായിച്ചു വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. തീർച്ചയായിട്ടും റഫു സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനു മുമ്പേ കുറച്ച് നാൾ മുമ്പ് ഫ്രീ ആയിട്ട് തന്നെ ഇരുന്നത് ബാബ അലക്സാണ്ടറിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട്, കാരണം ഈ ചുരുങ്ങിയ സമയം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പഠിച്ചത്. ഇതൊരു 6 മാസം, സാറ് പറഞ്ഞു ഇനിയും സമയം കൂട്ടണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലെവലാവൂല, ഷുവറാണ്. അപ്പോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എക്യുപ്ഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. നമ്മളെ ഇത് ഏത് ആളുകൾക്കും എന്താണ് നമ്മൾ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആയിട്ടുണ്ടാവും. ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കും. ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചറാവും, അതല്ല വേറെ വല്ലതാവും. സാറിപ്പോ ഇത് പഠിപ്പിച്ചിരിക്കും എന്ന് തീരുമാനിച്ചു, നമ്മളെ മുമ്പിൽ വന്നു, സാറ് സ്റ്റാർട്ട് ചെയ്തു. നിർബന്ധപൂർവ്വമായിരുന്നു നമ്മള് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേർക്ക് നേരെ അല്ലെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനായിരുന്നു? അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ശരി വേണമെങ്കിൽ പഠിച്ചോട്ടെ എന്ന് പറയാം. അതല്ല, ഇത് പഠിച്ചിരിക്കണം. അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ആണ്. ഇത് മുന്നിലിരുത്തിയിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മുന്നിലിരുത്തിയിട്ട് പ്രൈസ് ചെയ്തത് അവന് മായില് മണ്ണ് വാരിടാനാ പറഞ്ഞത്. അപ്പൊ അത് മാത്രമല്ല, കാരണം വെച്ചാല് ഇത് അദ്ദേഹം അർഹിക്കുന്നതായതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞു. ഇതിന് പുറമെ തന്നെ ഞാൻ നിരന്തരം ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. സാറായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആവും. എന്നാൽ മാത്രമല്ല ഇത് നമ്മൾ ഈ 10 പേര്, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി സംസാരിക്കും, ഇത് 10-20 പേർക്ക് വേണ്ടി പോകേണ്ടതല്ല. കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ ലെവലിലേക്ക് വരേണ്ട ധാരാളം ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് സാറ് മാറണം എന്ന് ഞാൻ നിരന്തരം സാറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു ചുരുങ്ങിയ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഈ എഫർട്ട്, 100 ആളെ പഠിപ്പിക്കണമെങ്കിലും 10 ആളെ പഠിപ്പിക്കണമെങ്കിലും ഞാൻ പറയുന്നത് ഈ എഫർട്ട് മതി. അത് ചില സിസ്റ്റമിലേക്ക് ഇപ്പൊ സാറ് വരുന്ന മാതിരി കുറെ സിസ്റ്റത്തിലേക്ക് വരണം. ഇതൊരു പ്രൂവൻ സിസ്റ്റം ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കാരണം നമ്മൾ തന്നെയാണ് അതിന് സാക്ഷികൾ. നമുക്ക് ഷുവറാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോ ഈ കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമ്മൾ തമ്മിൽ മലയാളത്തിൽ സംസാരിക്കൂല എന്ന് ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം. നമ്മൾ തീരുമാനം. ഒപ്പം തന്നെ അത് എത്രയാണ്, ഞാൻ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയൊരു ഉദാഹരണം കൂടി പറയാം. അവിടെ ഒരു കുട്ടി, എന്റെ ഷോപ്പിൽ വരുന്ന കുട്ടികൾ, അവര് ഈ തമിഴന്മാര് എന്ത് തന്നെ പറഞ്ഞാൽ അവർക്ക് നിരന്തരം അവരെ പരിചയപ്പെടേണ്ട കാര്യം എത്ര വാക്കുകളായിരിക്കും ഇംഗ്ലീഷ് അവർ വരിക എന്നറിയോ?
പഠിച്ചൊരു വാക്ക് അവർ നിരന്തരം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാൻ നീട്ടി പറയുന്നില്ല, സാധനം വേണം. അപ്പൊ ആയതുകൊണ്ട് ഞാന് നമ്മളിപ്പോ ഇത് പിന്നെ എന്താണ് പാസ് ഔട്ട് അല്ല, നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ടാകും. നമ്മൾ നിരന്തരം തന്നെ സാറ് പറഞ്ഞ മാതിരി ടൈം കണ്ടുകൊണ്ട് നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഗ്രൂപ്പിൽ വരും, ഷുവറാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല, ആദ്യത്തെ ക്ലാസ് ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു, മലയാളത്തിലായിരുന്നു. നിങ്ങളുടെ പ്രോബ്ലം പറയുന്ന ഒരു സെഷൻ ആയിരുന്നു. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ശ്രീലത മാഡം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് സാറേ, എനിക്ക് ക്ലാസ്സിൽ ഇംഗ്ലീഷ് തന്നെ, എനിക്ക് ഇംഗ്ലീഷ് എടുക്കണം, സബ്ജക്റ്റ് എനിക്ക് ഇംഗ്ലീഷ് ആവണം, എനിക്ക് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ലെവലിൽ എനിക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ എനിക്ക് ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ള, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മാഡം നല്ലൊരു ഹാപ്പിനെസ് പൊസിഷനിലാണ് ഉള്ളത്. ഫുൾഫിൽ ആയിട്ടൊന്നുമില്ല. നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ അബ്ദുറഹ്മാൻ സാറ് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ട് അദ്ദേഹത്തിന്റെ നിലവിൽ ഉണ്ടായിരുന്ന, മുൻപ് ഉണ്ടായിരുന്ന ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം കുറഞ്ഞു പോയതായിരുന്നു. അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ വർഷങ്ങളോളം ഇംഗ്ലീഷായിട്ട് ഒരു കണക്ഷനും ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ഒരു കണക്ഷൻ വിട്ടുപോയി. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഏറെക്കുറെ സാറ്റിസ്ഫൈഡ്, നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അല്ലെ, ഇതൊരു ലാംഗ്വേജ് ആണ്. അപ്പം ഓരോരുത്തരുടെ ലെവലിനനുസരിച്ചാണ് മെച്ചം ഉണ്ടാവുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക. യെസ്, ഒരാൾക്ക് പ്രസന്റേഷൻ സ്കില്ലുള്ള അനുഭവമായിരിക്കും, ചില ആൾക്ക് കോൺഫിഡൻസിലുള്ള മെച്ചമായിരിക്കും ഉണ്ടാവുക. പലതരത്തിലുള്ള, ഇപ്പൊ മുനീറ മാഡം സംസാരിച്ചപ്പോൾ മുനീറ മാഡത്തിന് വാക്കുകളും നല്ല രീതിയിലുള്ള ഒരുപാട് വൊക്കാബുലറി ഉണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും കൂടെ കിട്ടിയപ്പോൾ, ഒത്തിരി ആശയങ്ങളും കൂടെ കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ കണക്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവും കൂടെ കിട്ടുക എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും. ഇനി നമുക്ക് ഐശ്വര്യ മാഡം എന്താ പറയുന്നത് നോക്കാം. ഹലോ എവരിവൺ. ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് എന്തൊക്കെയോ ഗ്രാമറിന്റെ ബേസിക്സ് അറിയാമെന്നുള്ളതായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് ക്ലാസ് റൂമിലെ കുട്ടികളായിട്ട് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റിയിരുന്നില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവരൊന്നും ആദ്യം റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ പറയണത് പിന്നെ പിന്നെ അവര് മനസ്സിലാക്കി, അവർ അവരുടേതായ രീതിയിൽ പറഞ്ഞു തുടങ്ങി. അപ്പൊ ആ ഒരു മാറ്റം എനിക്ക് എന്റെ ക്ലാസ് റൂമിൽ കാണാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായിട്ട് തോന്നി. പിന്നെ എനിക്ക് കുറച്ച് നാൾ ഞാൻ ഇടയ്ക്ക് ആബ്സെന്റ് ആയിരുന്നു, ഫസ്റ്റ് ട്രൈമസ്റ്റർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ടയേർഡ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ സാറിനോട് ഇൻഫോം ചെയ്തിരുന്നു. അപ്പൊ സാർ അത് ഓക്കെ ആവും, കുഴപ്പമില്ല, ഒരു ദിവസം ആബ്സെന്റ് ആവുമ്പോഴേക്കും അപ്പൊ തന്നെ മെസ്സേജ് അയക്കും, എന്ത് പറ്റി ചോദിച്ചിട്ട്. ഇത് നമ്മുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയായിരുന്നു സാറ്. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് ആണ്. നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ നോട്ട്സ് ഇനി വീണ്ടും എടുത്ത് നോക്കിയാലും നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ എഴുതി വെച്ച കാരണം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്തുനിന്ന് ഇനി എനിക്ക് എടുക്കേണ്ട എഫേർട്ട് എന്ന് പറഞ്ഞാൽ വൊക്കാബുലറിയിൽ ഉള്ള ഒരു ഇൻക്രീസ്, അത് ഞാൻ ചെയ്യേണ്ടി വരും. അത് നമ്മൾ തന്നെ സ്വയം എടുക്കേണ്ട എഫേർട്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഏത് ഹെൽപ്പിനും സാർ, ഇങ്ങനെ ഇംഗ്ലീഷിന്റെ ഏത് ഡൗട്ടിനും സാറ് ഉണ്ടാവും എന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമായി. പിന്നെ ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് എന്നും നിലനിൽക്കണം, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള എല്ലാവരും, ആ സ്കിൽ എല്ലാവർക്കും ഇതേപോലെ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സർ. ഇപ്പൊ നമ്മള് ഗ്രൂപ്പ് നിലനിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് തരും എന്നുള്ളതാണ്. സാധാരണ നമ്മളത് ഡേറ്റ് കഴിയുന്നതോട് കൂടിയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പരമാവധി അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. യെസ്, ലൈല മാഡം എന്ത് പറയുന്നു? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറഞ്ഞാല് ഞാൻ ഫസ്റ്റില് ആദ്യം അത്ര ഞാന് നല്ല എന്താ പറയാ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹം, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കുറച്ച് പരിമിതികൾ, അതുകൊണ്ട് തന്നെ ഞാനത് വല്ലാതെ ഇരുന്നതാണ്. പക്ഷെ സാറ് എനിക്ക് ശരിക്കും നല്ലൊരു സപ്പോർട്ടാണ് തന്നത്. പിന്നെ എനിക്ക് കുറച്ചൊക്കെ ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളുമായിട്ടാണ്. പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ പോയാലും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ അപ്പം അത് എങ്ങനെയും മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്, മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്.
പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് തീരെ ഇല്ലാതിരുന്ന ഒരു കാര്യം ഈ പറഞ്ഞ മാതിരി എന്തൊക്കെയുണ്ട്, പക്ഷെ എനിക്കൊരു ശരിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, ഒന്ന് നമ്മള് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ലീവ് ആവുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിട്ട് മാഷ് സാറപ്പ വിളിക്കും. അപ്പോ അതെന്താണ് വരാതിരുന്നത്, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പറയും. നമ്മൾ വിട്ടുപോയാൽ പോലും നമ്മൾ ഓർമ്മിപ്പിച്ച് അതിലേക്ക് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ അതിന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സപ്പോർട്ട് ആയിരുന്നു. പിന്നെ ഈ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും വളരെ നന്നായി തോന്നി, ഒന്ന് ഇപ്പൊ നമ്മൾ ഗ്രാമറിന്റെ കാര്യം പറഞ്ഞു. ഗ്രാമർ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സെന്റൻസുകൾ നമ്മൾ ഓരോ സെന്റൻസ് ആയിട്ടാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഗ്രാമർ പഠിച്ചു പോയായിരുന്നു. അല്ലാതെ ഗ്രാമറാണ് എടുക്കണത് എന്നുള്ളൊരു രീതിയിലല്ല, നമ്മളറിയാതെ നമ്മൾ ഗ്രാമർ പഠിക്കണം. അതേപോലെ നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എനിക്ക് നമ്മൾ ഡിബേറ്റ് നടത്തിയത് ഒരുപാട് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടായത്. ഡിബേറ്റ് നടത്തിയത് വാട്സപ്പിൽ, അതുപോലെ കുറെ നമ്മളെല്ലാവരും അവനവന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ചാറ്റ് ചെയ്ത കാര്യം, അതേപോലെ കുറെ പിക്ചേഴ്സ് തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമുക്ക് ശരിക്കും അതൊരു നല്ലൊരു റീഡിങ് പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ ഈ പിക്ചർ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അത് നമ്മൾക്ക് എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോ ഒരേ മാതിരിയുള്ള പിക്ചറാവും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് ഇപ്പൊ ഒരു പിക്ചറിൽ പറഞ്ഞ അതേ ആശയം അപ്പുറത്തേല് പറയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊരു സെന്റൻസ് മേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സാറി പറഞ്ഞ മാതിരി എല്ലാം കൊണ്ടും സപ്പോർട്ടായിരുന്നു. അതേപോലെ നമ്മൾ ഈ ഒരു നല്ലൊരു ഫാമിലി, നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് തന്നെ എല്ലാവരും വളരെ രസകരമായിട്ട്, നമ്മൾ ഒരിക്കലും സ്റ്റുഡന്റ് ആയിട്ടില്ല, നമ്മളെപ്പോഴും പറയും ഏതൊരു ടീച്ചറാണെങ്കിലും നമ്മൾ പഠിതാക്കളാണ്, നമ്മളെപ്പോഴും പുതിയ പുതിയ അറിവ് നേടിക്കൊണ്ടിരിക്കും. നമുക്കിപ്പോ സാറ് പറഞ്ഞു നല്ലൊരു സപ്പോർട്ടാണ്, കാരണം നമുക്ക് ആവശ്യങ്ങൾ ഇനിയും ഒരുപാട്, ഇപ്പൊ ഞാനൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ സിറ്റുവേഷൻസ് വരും. അപ്പോ സാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ എന്നും നല്ല രീതിയിൽ ഇനിയിപ്പോ സാറ് ഏറ്റവും നല്ലൊരു ഇപ്പൊ തന്നെ നമുക്കറിയാം നമുക്ക് നല്ലൊരു പ്രൊഫസറെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ട്രെയിനറെ കിട്ടിയത്. അതേപോലെ ഏറ്റവും മികച്ച ഒരുപാട് പഠിതാക്കൾ ഇറങ്ങാനായിട്ട് സാധിക്കട്ടെ സാറിന്റെ കീഴിൽ നിന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ലൈല മാഡം പല സാഹചര്യത്തും ലീവ് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് ഞാൻ ചിലതൊന്നും മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് കാരണം നിങ്ങള് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടായിരുന്നു. അല്ലാതെ വേറെ നിങ്ങൾ പറയുന്ന സാഹചര്യം ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. പലരും ലീവ് അയക്കുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ എൻകറേജ് ചെയ്യാൻ പാടില്ല ലീവ് എടുക്കുന്നതിന്. അപ്പൊ ഞാൻ ഒരു പക്ഷേ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ കാരണം നിങ്ങൾ അടുത്ത ദിവസം അല്ലെങ്കിൽ വാട്സപ്പിലെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ. പക്ഷെ പല സാഹചര്യങ്ങളിലും സൂമിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ വാട്സപ്പിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ലൈല മാഡം. പിന്നെ ഒരു പകുതിയിൽ നിന്ന് ശേഷമാണ് ഒരു എൻലൈറ്റ്മെന്റ് ഉണ്ടായത് ലൈല മാഡത്തിന്. കൂടുതൽ ആക്റ്റീവായി, എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ ലൈല മാഡം ആ ഒരു ട്രാക്കിലേക്ക് അങ്ങോട്ട് വന്നു. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ലൈല മാഡം ഗ്രൂപ്പിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ്, കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ലൈല മാഡം നല്ല രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക അല്ലേ? യെസ്. ഇനി ആരാണ് പറയുന്നത്? പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അനുഭവം. യെസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കോൺഫിഡൻസിന്റെ പ്രശ്നമായിരുന്നു. എനിക്ക് പേഴ്സണലി തന്നെ ഓരോ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതായത് ആൾക്കാരെ നേരിട്ട് സംസാരിക്കുന്നതിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര, അത് മലയാളത്തിലാണെങ്കിലും അതെ ഇംഗ്ലീഷിലാണെങ്കിലും അതെ, ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നെ ഒരു 500 പേരുള്ള ഒരു വലിയ സദസ്സിൽ കൊണ്ട് നിർത്തി ഇന്ന സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയറിന്റെ ഒരു പ്രശ്നം എനിക്കില്ല. അത് ഇത്ര സമയം വേണേലും എടുക്കാം, മൈക്ക് താത്തി വെക്കാതെ അത്രയും നേരം വേണേൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാം, അതിൽ പ്രശ്നമില്ല.
ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയിട്ടൊരു സെമിനാർ ആണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ എനിക്ക് എടുക്കാൻ പറ്റും. കാര്യം ഞാൻ പലവട്ടം അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇത് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഒരാൾക്കാരെ കണ്ട് ഡെയിലി നമ്മളിപ്പോ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മിക്കവാറും ഞാൻ ഒരു ഗ്രൂപ്പിൽ പോയി നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് പെട്ടെന്ന് പോയി സംസാരിക്കത്തുമില്ല, ഒഴിഞ്ഞു മാറി നിൽക്കാറാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ സൂം ക്ലാസ്സിൽ ആദ്യമൊക്കെ ഇങ്ങനെ ചിലപ്പോ വീഡിയോ ഓഫ് ചെയ്ത് വെക്കുന്ന പോലെ അങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷെ പിന്നെയാണ് വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ തുടങ്ങിയത്. വീഡിയോ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മടി മാറത്തുള്ളൂ, അത് ഉറപ്പാണ്. അങ്ങനെ സംസാരിച്ചാണ് സത്യത്തിൽ ഇപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്തത്. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കമ്മ്യൂണിറ്റി ചെന്നാലും സംസാരിക്കാൻ പറ്റും. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഒന്ന് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടി അതായത് ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് തോന്നിയത് വീഡിയോ പ്രസന്റേഷന് ശേഷം. കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാൻ തോന്നും, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ, അതായത് നമ്മൾ പേഴ്സണലി നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് അതിനകത്ത് കുറെ തെറ്റ് വരും. അപ്പൊ ആ തെറ്റ് വരുമ്പോൾ നമ്മൾ അത് പോരാ അപ്പൊ നമ്മൾ ഒരു 10, 15, 20, 25 ഒക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ നന്നാക്കിയേ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു നമുക്ക് തന്നെ ഒരു തോന്നൽ വരും കൃത്യമായിട്ട് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് ഉറപ്പായിട്ടും നമ്മൾ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ പോകെ അതിന്റെ തവണകൾ കുറയും. അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ തവണകൾ കുറയും. പിന്നെ ഈ സെഷനിൽ ഏറ്റവും നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയെന്നാണ് സാർ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പിലുണ്ടായിരുന്ന ആ 2 ദിവസത്തെ പ്രാക്ടീസിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ എല്ലാ വോയിസസും കേട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഞാൻ ഇരുന്ന് ആ വോയിസസ് ഫുള്ള് കേൾക്കുമായിരുന്നു. കുറെ ഒന്നും നമ്മൾ രാത്രി തന്നെ കേട്ട് തീർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ തൊട്ട് ഞാൻ, ഒരു സൺഡേ ആയിരുന്നു തോന്നുന്നു, ആ സൺഡേ ഫുൾ ഞാൻ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഇതായിരുന്നു. പിന്നെ നമുക്ക് രണ്ടാമത് നമുക്ക് ചില ആളുകൾ നമ്മൾ പറഞ്ഞതിനോട് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനൊക്കെ റിപ്ലൈ ഇടാൻ പറ്റിയത് പിറ്റേ ദിവസമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയും ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ടോപ്പിക് ഇട്ടിട്ട് എല്ലാവരോടും അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു ഗ്രൂപ്പിൽ ഒരു ചാറ്റ് എന്ന രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ നല്ലപോലെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള പ്രാക്ടീസിലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ക്ലാസ് മൊത്തത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇതിന് പുറകെ ആയിരുന്നു എന്ന് വേണം പറയാം. എൻ്റെ മഹത്തായ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിൽ ജോയിൻ ചെയ്തത് തന്നെ. അപ്പം എനിക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ എന്നുണ്ടെങ്കിൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാറ് അന്ന് എന്നെ കോൾ ചെയ്യുമ്പോഴും ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് രാത്രി 12 മണിക്കാന്ന് തോന്നുന്നു ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ പോലും ഞാൻ ഇതിനെപ്പറ്റി കുറെ ഇങ്ങനെ നോക്കി ലാസ്റ്റ് ഒരു ക്രൂഷ്യൽ സെക്കൻഡിൽ വന്ന് ചേർന്നതാണ്. പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ഈ 2 മാസം. അപ്പൊ പേഴ്സണലി എന്നെ വേറൊരാൾ കൂടി ഇതിന് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഇത് ചേർന്നേ പറ്റൂ, ഇല്ലെങ്കിൽ വേറെ രക്ഷയില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിനകത്ത് ജോയിൻ ചെയ്തതും. അപ്പം വളരെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ, ഒരു ചോദകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ എപ്പോ ആവുന്നോ അപ്പോഴേ നമ്മൾ അത് പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുള്ളൂ. നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പോ സുലൈഖയെ സംബന്ധിച്ച് ജോയിൻ ചെയ്ത സമയത്തൊന്നും ഇങ്ങനെ സംസാരിക്കാൻ, അതായത് ഇംഗ്ലീഷിന്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, ഇപ്പം ഒരുപാട് സുലൈഖ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം, സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്, ഞാൻ അറിയാത്ത ഒരുപാട് തരത്തിൽ അൺബിലീവബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരുന്നു. പിന്നെ അതുപോലെ സുലൈഖ പറഞ്ഞത് ശരിയാണ്, വീഡിയോ പ്രസന്റേഷനിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകം താല്പര്യം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം ചേഞ്ചസ് അതിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആരാണ് പറയുന്നത്? ഇപ്പൊ കട്ടാവും, വീണ്ടും ജോയിൻ ചെയ്യാം, കുറച്ച് സമയം കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി. ഇനി ആരാ സംസാരിക്കുന്നത്? ഫസ്റ്റ് വീഡിയോ ഞാനാണ് ചെയ്തത്. യെസ്. ഓക്കെ, നമ്മള് ഇതില് ഞാൻ ഒരുപാട് ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്.